ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഈ ഇല കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക ദൈവങ്ങളുമായി സംസാരിക്കാൻ അവരെ സഹായിക്കുമെന്ന്. അന്ന് അവർക്കത് പവിത്രമായ ഒന്നായിരുന്നു. പക്ഷെ ഇന്ന് ഓരോ വർഷവും കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവൻ എടുക്കുന്ന ഒരു വമ്പൻ ഇൻഡസ്ട്രിയായി ഇത് മാറി. എങ്ങനെയാണ് ഈ മാജിക് ഇല ലോകം കീഴടക്കിയത്? വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. സത്യത്തിൽ പുകയില ഒരു ചെടിയാണ്, നിക്കോട്ടിന ടൊബാക്കോ. ഇതിലെ പ്രധാന വില്ലൻ നിക്കോട്ടിനാണ്. പ്രാണികളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ ഈ ചെടി പുറപ്പെടുവിക്കുന്ന ഒരു വിഷമാണ് ഈ നിക്കോട്ടിൻ. പക്ഷെ മനുഷ്യൻ ഇത് ഉപയോഗിച്ചപ്പോൾ അത് തലച്ചോറിലെ ഡോപ്പമീൻ കൂട്ടി അവനെ ഇതിന് അടിമയാക്കി മാറ്റി. ലോകത്ത് എത്ര തരം പുകയില ഉണ്ടെന്നും അവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നിങ്ങൾക്കറിയാമോ? നമ്മൾക്ക് നോക്കാം. ലോകത്ത് പ്രധാനമായും 3 തരം പുകയിലയാണ് കൂടുതലായി കൃഷി ചെയ്യുന്നത്. ഫ്ലൂ-ക്യൂർഡ് വിർജീനിയ ടൊബാക്കോ. ഇത് സിഗരറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു. വലിയ ഓവൻ ഉപയോഗിച്ച് ഒരാഴ്ച എടുത്ത് ഉണക്കിയെടുക്കുന്ന ഇനമാണത്. ഇതിന് നല്ല സ്വർണ്ണ നിറമായിരിക്കും. ബേർലി ടൊബാക്കോ. ഇതുണ്ടാക്കുന്നത് വായു സഞ്ചാരമുള്ള വലിയ ഷെഡ്സിലിട്ടാണ്. സിഗരറ്റ്സിലും ചവയ്ക്കുന്ന പുകയിലയിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഓറിയന്റൽ ടൊബാക്കോ. ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്ന ഇനമാണ്. ഇതിന് നല്ല മണമായിരിക്കും. അതുകൊണ്ട് പൈപ്പുകളിലും ഹുക്കകളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. പുകയിലയുടെ ജന്മദേശം അമേരിക്കയാണ്. 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിൽ എത്തിയപ്പോൾ അവിടുത്തെ റെഡ് ഇന്ത്യൻസ് അദ്ദേഹത്തിന് കുറച്ച് ഉണക്കിയ ഇലകൾ സമ്മാനമായി നൽകി. കൊളംബസ് അത് യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. തുടക്കത്തിൽ ഇത് മരുന്നായിട്ടാണ് ആൾക്കാർ കണ്ടിരുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജീൻ നിക്കോട്ട് എന്ന ഫ്രഞ്ച് അംബാസിഡറാണ് ഇതിനെ യൂറോപ്പിൽ പോപ്പുലർ ആക്കിയത്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് നിക്കോട്ടിൻ എന്ന വാക്കുണ്ടായത്. പിന്നീട് കോളനി ഭരണത്തിലൂടെ പുകയില ലോകം മുഴുവൻ പടർന്നു. ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പുകയിലകൾ ഉണക്കിയെടുക്കുന്ന രീതിക്ക് അനുസരിച്ചാണ് ഇതിന്റെ കടുപ്പവും ഗുണവും മാറുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് അറിയാം, ഇതിൽ നിക്കോട്ടിൻ കൂടാതെ ടാർ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ 7000-ഓളം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ 70-ഓളം എണ്ണം ക്യാൻസറിന് കാരണമാകുന്നവയാണ്. പണ്ട് ദൈവങ്ങളുമായി സംസാരിക്കാൻ ഉപയോഗിച്ച ഈ പുക ഇന്ന് മനുഷ്യനെ ദൈവത്തിന് അടുത്തേക്ക് എത്തിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു എന്നത് എത്ര വലിയ കഷ്ടമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വെറുമൊരു കാട്ടുചെടിയിൽ നിന്ന് തുടങ്ങിയ ഈ പുകയില ഇന്ന് ലോകത്തെ ഏറ്റവും ലാഭകരമായ എന്നാൽ ഏറ്റവും മാരകമായ ഒരു കച്ചവടമാണ്. പുകയിലയുടെ ഈ ഹിസ്റ്ററി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു കാലത്ത് ഇത് മരുന്നായി ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ടോപ്പിക്കുമായി.